കഴിഞ്ഞ ദിവസം US വിപണിയിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നല്ലൊരു റിക്കവറി ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 322 പോയിന്റ് നേട്ടത്തിൽ 37,404 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നാസ്ഡാക്കിനെ സംബന്ധിച്ച് 1% നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. 14,963 എന്ന നിലയിലാണ് നാസ്ഡാക്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500ന്റെ കേസ് നോക്കുകയാണെങ്കിലും 1% നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. S&P 500നെ സംബന്ധിച്ച് ഭൂരിഭാഗം ഓഹരികളും വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ച് GDP കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ കണക്കുകളാണ് പുറത്തു വന്നത്. മൂന്നാം പാദത്തിൽ റിയൽ GDP 4.9% രേഖപ്പെടുത്തിയിരുന്നത്. തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ ഇത് 5.2%. സോ ഇന്നത്തെ ഒരു വിപണിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു റാലി തുടരാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രധാനമായിട്ടും US വിപണിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So American market നോക്കുമ്പോഴേക്കും the trend continues to be very very bullish. നമുക്ക് 2 ദിവസം മുൻപ് we saw heavy selling, heavy profit booking. But ഇന്നലെ നേരിയ തോതിൽ we again saw a consolidation happening. So Dow Jones Indexന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട എൻട്രി ലെവല് 37,500 പോയിന്റ് ആയിരിക്കണം. 37,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഒരു 400 പോയിന്റിന്റെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്ന ഓൾ ടൈം ഹൈ ആൻഡ് ദി ഓൾ ടൈം ഹൈ ഇസ് അറ്റ് 37,073 പോയിന്റ്സ്. 37,073 പോയിന്റിൽ ഓൾ ടൈം ഹൈ നിലനിൽക്കുന്നത്. ആ ഒരു ലെവലിലോട്ടും കൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അതിന്റെ ടോൺ വളരെ ബുള്ളിഷായി തന്നെ ഇരിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ലെവൽ 16,900 പോയിന്റ്സ്. 16,900 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 300 മുതൽ 400 പോയിന്റ് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ക്രൂഡിലെ കാര്യം പറയുകയാണെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡ് ഇപ്പോൾ ബ്രണ്ട് ക്രൂഡ് ബാരലിന് $80.18 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഔൺസിന് $250.34 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഈ ക്രൂഡിനെയും ഒപ്പം തന്നെ ഗോൾഡിനെയും സംബന്ധിച്ച് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് വി ആർ ഗ്രാജുവലി സീയിങ് എ റിക്കവറി. സോ ആദ്യത്തെ ഒരു 5 ദിവസത്തെ ആ ഒരു റാലി റിക്കവറി നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്നലെ വി ആർ അഗെയിൻ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. സോ ഒരു ചെറിയ തോതിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഷോർട്ട് ടേമിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് $76 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. $76 റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന്റെ കേസിൽ $4 വർധന വി ക്യാൻ എക്സ്പെക്ട്. അങ്ങനെ $76 ഇഫ് യു ആർ പ്ലാനിങ് ടു ടേക്ക് എ പൊസിഷൻ നമ്മൾ $72 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സ്വർണത്തിന്റെ കേസിലും സ്വർണം കണ്ടിന്യൂസ് ടു ബി കൺസോളിഡേറ്റിംഗ്. $260 നല്ലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സ്വർണത്തിന്റെ കേസിൽ നമ്മളൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $263 റെസിസ്റ്റൻസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് $20 മുതൽ $25 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $225 നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഒരു ഇടിവിലാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിൽ പോലും അവസാന മണിക്കൂർ ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ച് 358 പോയിന്റിന്റെ ഒരു വർധനവോടെ 70,865.1 എന്ന റേഞ്ചിലും നിഫ്റ്റി 104 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 21,255 എന്ന റേഞ്ചിലുമാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. എല്ലാ സൂചികകളിലും അവസാന നിമിഷം ഒരു നേട്ടത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മീഡിയ സൂചിക 2% നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്, മെറ്റൽ എന്നിവയിലൊക്കെ തന്നെ 1% ഒരു കുതിപ്പ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നിഫ്റ്റിയിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കണ്ടായിരുന്നു. സോ ദാറ്റ് ഓൾ ടൈം ഹൈ വിൽ ബി ദ മേജർ റെസിസ്റ്റൻസ് ഫോർ നിഫ്റ്റി 50.
അപ്പോ ബിറ്റ്വീൻ 21,590 ആൻഡ് 21,600 പോയിന്റ് 21,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി 50ക്ക് എളുപ്പമായിരിക്കത്തില്ല. സോ ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have got to be very, very careful. And what we should do is, our level എത്തുമ്പോഴേക്കും we have got to look for profit taking. Now, ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു 200 പോയിന്റിന്റെ നേട്ടം കൂടെ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 395 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 47,840 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം 46,919 എന്ന റേഞ്ച് ഒരു ഇൻട്രാഡേ ലോയിലേക്ക് ടച്ച് ചെയ്യുന്നതിനും ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും PNB, ബാങ്ക് ഓഫ് ബറോഡ മുതലായിട്ടുള്ള ഓഹരികളായിരുന്നു മികച്ചൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നിഫ്റ്റി ബാങ്കിന്റെ ഓൾ ടൈം ഹൈ 48,219. ആ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്കൊരു 400 മുതൽ 500 പോയിന്റിന്റെ കുതിപ്പ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46,900 പോയിന്റ്. നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു 2005 തന്നെ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്റ്റീൽ കമ്പനിയെ കുറിച്ചാണ്. ഗാലന്റ് ഇസ്പാറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഉത്തർപ്രദേശ് ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് പവർ, റിയൽ എസ്റ്റേറ്റ് പോലുള്ള മറ്റ് മേഖലകളിലും സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഓഹരി വിപണിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരു മൾട്ടി ബാഗറായിട്ട് മാറിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത്. സോ ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് പരിഗണിക്കാൻ സാധിക്കുമോ? ഗാലന്റ് ഇസ്പാത്ത് വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ മറ്റ് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് മികച്ച നേട്ടം കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 50യിൽ അത്രയും വലിയൊരു ഇടിവ് വന്നിട്ട് പോലും ഈ ഒരു സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്കിൽ പോലും സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പല സിമന്റ് ഓഹരികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അധികമൊന്നും സംസാരിക്കാത്തൊരു ഓഹരിയാണ് സ്റ്റാർ സിമന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റാർ സിമന്റും ഈ പറഞ്ഞ പോലെ 2% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ സെയിൽസ് ഗ്രോത്തിലൊന്നും കാര്യമായിട്ടുള്ളൊരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിട്ടേൺ ഓഫ് ഇക്വിറ്റി നോക്കുകയാണെങ്കിലും കുറവാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും 3 വർഷത്തിനിടയ്ക്ക് കമ്പനി നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 97% നിക്ഷേപകരെ സംബന്ധിച്ച് റിട്ടേൺ നൽകിയിരിക്കുന്നത്. സോ സ്റ്റാർ സിമന്റിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കമ്പനിയുടെ ഷെയർ പ്രൈസ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതിലൊരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്കിപ്പോൾ ഒരു സിമെന്റ് കമ്പനിയിലോട്ട് നമുക്കൊരു എക്സ്പോഷർ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്ന അംബുജ സിമെന്റിലാണ്. Now, Ambuja Cement and ACC Cement നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ അഡാനി ഗ്രൂപ്പ്. ആൻഡ് അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലൊക്കെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമുക്കൊരു നല്ല ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദർ വിൽ ബി ഹൈ വോളറ്റിലിറ്റി. ബട്ട് അംബുജ സിമെന്റിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അംബുജ സിമെന്റിന്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് വളരെ നല്ലതാണ്.
ആൻഡ് ഈ ഒരു സ്റ്റോക്ക് അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലും നമ്മളൊരു മുന്നേറ്റം കാണുന്നുണ്ടെങ്കിൽ നാച്ചുറലി ഈ ഒരു ഷെയർസിലും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണും. ഈ സ്റ്റോക്കിന്റെ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്ന 507 രൂപയില 507 രൂപ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 550 570 ആ ഒരു റേഞ്ചിലായിരിക്കും. മുൻനിര സോഫ്റ്റ്വെയർ കമ്പനിയായിട്ടുള്ള ടെറാ സോഫ്റ്റ്വെയറും കഴിഞ്ഞ ദിവസം ഒരു 2% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു സ്മോൾ ക്യാപ്പ് ഓഹരി തന്നെയാണ്. നവംബർ മാസം മുതൽക്ക് ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം പ്രകടമാണ്. ഏകദേശം ഒരു 43% നേട്ടമാണ് ഒരു മാസത്തിനിടയിൽ തന്നെ ഈ ഒരു ഓഹരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ടെറാ സോഫ്റ്റ്വെയറുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേമിലേക്കുള്ളതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും? ടെറാസോഫ്റ്റിൽ അഗെയിൻ കാര്യമായിട്ട് നമുക്കൊരു ബൈയിങ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്ക് 2017 ആയിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ട. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ വലിയ തോതിൽ ഒരു സെല്ലിംഗ് കണ്ടിരുന്നു. ബട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ചെറിയ തോതിൽ വി ആർ സീയിങ് റിക്കവറി ഹാപ്പനിങ്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ അടുത്തൊരു മേജർ ടാർഗറ്റ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 85 രൂപയാണ്. യെസ്. അപ്പോൾ 2012 സ്ഥാപിതമായിട്ടുള്ള മറ്റൊരു ന്യൂ ഏജ് കമ്പനിയാണ് ഐനോക്സ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നല്ലൊരു റിട്ടേൺ തന്നെയാണ് ഈ ഒരു ഓഹരി നൽകിയിട്ടുള്ളത്. എന്നാൽ കമ്പനിയെ സംബന്ധിച്ച് ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പരിധി വരെ തന്നെ ഡെപ്റ്റ് കുറച്ച് കൊണ്ടുവരുന്നതിൽ കമ്പനി വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് കുറയുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിപണിയിൽ നല്ലൊരു റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലോങ് ടേം പൊസിഷൻ എടുക്കുന്നതിന് പരിഗണിക്കാവുന്ന ഒരു ഓഹരിയായിട്ട് ഐനോക്സ് ഗ്രീൻ എനർജിയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? ഫൈനാൻഷ്യൽസിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും നവംബർ മാസത്തിൽ വെറും 60 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച ഇത് 110 രൂപ വരെ എത്തിയിരുന്നു. സോ ഫ്രം എ പ്യുവർ ട്രേഡിംഗ് സ്പെക്യുലേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു 90-93 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 112 രൂപയിലായിരിക്കും. 112ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 മുതൽ 18 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപ് ഇന്നിപ്പോൾ സാർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോക്കുകളുണ്ടോ? Mainly it is the Adani stocks, Adani Energy, Adani Total Gas and Adani Power. ഈ 3 സ്റ്റോക്സിൽ തീർച്ചയായിട്ടും ഐ എം ഫോക്കസിങ്. പിന്നീട് ബാർബക്യൂ നേഷനിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അംബുജ സിമെന്റിൽ നല്ലൊരു സെറ്റപ്പും ഫോം ചെയ്തിട്ടുണ്ട്. ക്വരീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസത്തെ ഒരു വിപണിയിൽ ഡിഫൻസ് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊച്ചിൻ ഷിപ്പ്യാർഡൊപ്പം തന്നെ മസഗോൺ മുതലായ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഓഹരികളൊക്കെ തന്നെ നമുക്കൊരു എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നിലവിൽ ഓൾ ടൈം ഹൈ ലെവൽസിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നമുക്ക് ഇതൊരു ലോങ് ടേമിന് വേണ്ടി ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കുന്നത് റിസ്കി ആയിരിക്കും. ബട്ട് നമ്മൾ പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1340 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു എൻട്രി ലഭിക്കും. അങ്ങനെ നമ്മളൊരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 1199 രൂപ ആയിരിക്കണം. മാസഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിൽ ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ആൻഡ് മാസഗോൺ ഡോക്കിന്റെ കേസിൽ 2218 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 180 to 200 rupees നേട്ടം എക്സ്പെക്ട് ചെയ്യാം.